അങ്ങനെ ഇത്രയും സ്ട്രഗിൾസിൻ്റെ ഇടയിൽ രാവിലെ എണീച്ചിട്ട് പത്രിടാൻ പോവുക, അതുപോലെ തന്നെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുക, രാത്രി 12 ഒരു 2-3 മണി വരെ വർക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫ് ഒരിക്കലും ചെറുതാവണമെന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ചത് നമ്മൾ 1 രൂപ പോലും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ ഫിനാൻഷ്യൽ നല്ല രീതിയിൽ മുറുകെ പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി പോയി. ഫുമിഗേഷൻ പാസ്സായതിനു ശേഷമാണ് ഞാൻ ഈ ഉമ്മ ഹോസ്പിറ്റലൈസ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ ഡൗൺ ആയി, എന്താക്കണം എന്നറിയില്ല. കാരണം ബ്രിഡ്ജോൺ ക്വിറ്റ് ചെയ്യണോ എന്നിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് എടുത്തിട്ട് ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണോ ആ രീതിയിലാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് നീ ബയോളജി സയൻസ് എടുത്തോ. ദാറ്റ്സ് മൈ വേസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് എവർ മെയ്ഡ്. +1 പഠിക്കുന്ന സമയത്ത് ഞാൻ പത്രിടാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ +2 കഴിഞ്ഞ ശേഷം ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ +1 പഠിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, അതായത് ബയോളജി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫീൽഡിലേക്ക് കരിയർ ചൂസ് ചെയ്യണത് തന്നെ ഫാമിലിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ഈ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് ഫീൽഡിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ഡിഗ്രി ഇല്ലെങ്കിലും നല്ലൊരു ഹൈ ഇൻകം സ്കില്ലാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കുന്നതും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതും. അങ്ങനെ ഇത്രയും സ്ട്രഗിൾസിൻ്റെ ഇടയിൽ രാവിലെ എണീച്ചിട്ട് പത്രിടാൻ പോവുക, അതുപോലെ തന്നെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുക, രാത്രി 12 ഒരു 2-3 മണി വരെ വർക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫ് ഒരിക്കലും ചെറുതാവണമെന്നുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഫാമിലിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് നല്ലൊരു വാല്യൂ, ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ അവർക്കൊരു പ്രൗഡ് മൊമെൻറ്റ് എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്രിഡ്ജോണിൽ വരികയും 14-16 മണിക്കൂറിൻ്റെ ഹാർഡ് വർക്ക് ഫലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ മുംബൈയിലെ ഒരു IT കമ്പനിയിലെ 40,000 രൂപ സാലറിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി പ്ലേസ്ഡ് ആയത്. എനിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് നീ ബയോളജി സയൻസ് എടുത്തോ, എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ബയോളജി സയൻസ് +1 +2 കൊടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ്സ് മൈ വേസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് എവർ മെയ്ഡ്. +1 +2 പഠിക്കുന്ന സമയത്തായിരുന്നു നമുക്കുണ്ടായ കോവിഡ് കാലം. ആ സമയത്ത് എൻ്റെ സെക്കൻഡ് ഫാദറാണ് ബിസിനസ് ആയിരുന്നു, പാത്ര കച്ചവടം കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഉമ്മ ഒരു ക്ലിനിക്കിലെ ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ട് ആണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോവിഡ് കാലം വന്നതുകൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡ് ഫാദറിൻ്റെ ബിസിനസ്സിൽ നല്ല ഡൗൺ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ജോലിയും അവിടുന്ന് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഡൗൺ ആയി. ഫിനാൻഷ്യലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മാനേജ് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരു ഭാഗത്ത് വീടിൻ്റെ ലോണ്, മറ്റൊരു ഭാഗത്ത് ഒരുപാട് കടങ്ങളും. ഈ കടങ്ങളും വീടിൻ്റെ ലോണാകുമ്പോൾ മുമ്പോട്ട് ഒരിക്കലും പോകാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇരുവർക്കും ജോലിയില്ല. എൻ്റെ സെക്കൻഡ് ഫാദറിനായാലും എൻ്റെ ഉമ്മാക്കായിരുന്നു നല്ലൊരു ജോലിയില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ചത് നമ്മൾ 1 രൂപ പോലും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ ഫിനാൻഷ്യൽ നല്ല രീതിയിൽ മുറുകെ പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി പോയി. കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ ഡിഗ്രിക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ ഉമ്മാക്കായാലും എൻ്റെ സെക്കൻഡ് ഫാദറിനായാലും അത് സാധിക്കുകയില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്ക് ഈ ഫീൽഡ് പറ്റൂല. അങ്ങനെയാണ് ഞാൻ ബ്രിഡ്ജോണിലേക്ക് എത്തിയത്. അപ്പോൾ ബ്രിഡ്ജോണിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഹൈ ഫീസും പിന്നെ സ്ട്രിക്റ്റും കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക്, അതുപോലെ തന്നെ എൻ്റെ എക്സ്പെക്ടേഷനിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഇത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിഡ്ജോണിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ ബ്രിഡ്ജോണിനെ കുറിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ബ്രിഡ്ജോണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ബ്രിഡ്ജോണിൽ വന്ന സമയത്ത് തന്നെ ആദ്യത്തെ 1-2 ആഴ്ച നല്ല സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 3rd വീക്ക് 4th വീക്ക് ആകുമ്പോൾ ഉമ്മ ഹോസ്പിറ്റലൈസ് ആയി. ആ സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും എന്നെ പുഷ് ചെയ്തിട്ട് നല്ലൊരു ജോലിക്ക് എത്തിക്കണമെന്നുള്ളൊരു മൈൻഡാണ് ഉമ്മ. അതുകൊണ്ട് ഉമ്മാരെ വറീസ്, ഉമ്മ ഹോസ്പിറ്റലൈസ് ആയ കാര്യങ്ങളൊന്നും ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും അറിയാണ്ട് തന്നെ രാവും പകലുമായി നല്ല രീതിയിൽ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത്, പിന്നെ മെൻറ്റേഴ്സ് ആയാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പുതിയ കോൺസെപ്റ്റ്, പുതിയ റിസോഴ്സസ് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് മെൻറ്റേഴ്സിന് കാണിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഇമ്പ്രഷനായി. അതുപോലെ തന്നെ എന്ന രീതിയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. നമ്മൊന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും മറ്റൊരാൾ അറിയുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അങ്ങനൊരു സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഫുമിഗേഷൻ കൊണ്ട് നല്ല രീതിയിൽ മാർക്ക് എടുത്തിട്ട് എനിക്ക് ഫുമിഗേഷൻ പാസ്സാകാൻ പറ്റിയത്. ഫുമിഗേഷൻ പാസ്സായതിനു ശേഷമാണ് ഞാൻ ഈ ഉമ്മ ഹോസ്പിറ്റലൈസ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ ഡൗൺ ആയി, എന്താക്കണം എന്നറിയില്ല. കാരണം ബ്രിഡ്ജോൺ ക്വിറ്റ് ചെയ്യണോ എന്നിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് എടുത്തിട്ട് ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണോ ആ രീതിയിലാണ്. പക്ഷേ ആ സമയത്ത് ഉമ്മ കുഴപ്പമില്ല, ഓക്കെയാണ്, ഞാൻ ഇവിടുന്ന് മാനേജ് ചെയ്തോളും, അനിയന്മാരെല്ലാം നല്ല രീതിയിൽ ഞാൻ നോക്കിക്കോളും, നീ അതിനെക്കുറിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, നീ പഠിക്ക്, നല്ലൊരു ജോലിയിലേക്ക് എത്തുന്ന ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ടേണിംഗ് പോയിന്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം
എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് എനിക്കൊരു കുറച്ച് സ്റ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മേൺ സ്റ്റാക്ക് എടുക്കണോ പൈത്തൺ സ്റ്റാക്ക് എടുക്കണം. ഞാൻ മേൺ സ്റ്റാക്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഒരു പൈത്തൺ സ്റ്റാക്ക് എടുക്കണമെന്ന് ചിന്തിച്ച്. കാരണം എന്ന് വെച്ചാൽ പൈത്തൺ സ്റ്റാക്ക് നല്ലൊരു കോമ്പറ്റീറ്റീവാണ്, കൂടുതൽ കോമ്പറ്റീറ്റീവ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മുകളിൽ വലിയ രീതിയിലുള്ള സീനിയേഴ്സ് ഇല്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട്. ഞാൻ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു എററോ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സ്റ്റക്കാകുന്ന സമയത്ത് എനിക്ക് ആരോടും ചോദിക്കാനും ആൾക്കാരുണ്ടാവില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് റിസോഴ്സസ് കണ്ടെത്താനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറുന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൈത്തൺ സ്റ്റാക്ക് എടുത്തത്. പൈത്തൺ സ്റ്റാക്ക് എടുത്തതിന് ശേഷം മെൻറ്റേഴ്സിൻ്റെ ഇടയിൽ, അതായത് പൈത്തൺ സ്റ്റാക്കിന് ഒരു മെൻറ്റേഴ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ നല്ല രീതിയിൽ സപ്പോർട്ടും നല്ല രീതിയിൽ പുഷ് ചെയ്തു. ഞാൻ ആസ് യൂഷ്വൽ ഞാൻ ഫുമിഗേഷൻ ടൈമിൽ എന്താണോ ചെയ്തത്, പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, പഠിക്കാൻ പറയാത്ത കാര്യങ്ങൾ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്, അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. കുറച്ച് ബ്ലോഗ്സും കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അപ്പം അവരും നല്ല രീതിയിൽ എന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. നിന്നെ കൊണ്ട് പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ അറിയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞുതരും. അപ്പം നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ, എന്നെ മനസ്സിലാക്കി എന്നെ നല്ല രീതിയിൽ പുഷ് ചെയ്യാനുള്ളൊരു അവർക്കൊരു താല്പര്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മെൻറ്റേഴ്സിനോട് നല്ല പ്രൗഡ് തോന്നുന്നുണ്ട്. ഓരോ വീക്കുകൾ കഴിഞ്ഞ് അങ്ങനെ ഓരോ മാസങ്ങൾ കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ പ്ലേസ്മെൻറ്റ് സെല്ലിൽ എത്തുന്നത്. പ്ലേസ്മെൻറ്റ് സെല്ലിൽ എത്തുന്ന സമയത്ത് ജോലി അന്വേഷിക്കുക, അതായത് ഫുൾ ഓൺലൈൻ ഇൻ്റർവ്യൂ അല്ലേ. അങ്ങനെ ജോലി അന്വേഷിച്ച് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഫ്രീലാൻസ് വർക്ക് എടുക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഈ ഫ്രീലാൻസ് വർക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ചിലവുകളും കാര്യങ്ങളും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കാൻ പറ്റി. അങ്ങനെ ഒരു ഫ്രീലാൻസ് വർക്കാണ് ഞാൻ പ്ലേസ്ഡ് ആയ കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ ക്ലയൻസ്. അപ്പം അവരുടെ വർക്ക് നല്ല രീതിയിൽ ഡെഡ് ലൈനൊക്കെ ടൈറ്റ് ആയ സമയത്താണ് ഞാൻ എന്നെ ഫ്രീലാൻസ് ആയിട്ട് എടുക്കുന്നത്. ഫ്രീലാൻസ് സമയത്ത് തന്നെ ഞാൻ എടുത്ത സ്റ്റാക്ക് ജാങ്കോ പ്ലസ് റിയാക്ട് JS. പക്ഷേ അവരുടെ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ജാങ്കോ പ്ലസ് Vue.js. ഞാൻ ബ്രിഡ്ജ് കൊണ്ട് വന്ന വഴികൾ നോക്കുമ്പോൾ സെൽഫ് ലേണിംഗ് ആണ്, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും. ഞാൻ കോർ കോൺസെപ്റ്റ് ഫുള്ള് കവർ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആ ഒരു മെൻറ്റാലിറ്റി കാരണം എനിക്ക് Vue.js 1-2 ദിവസം കൊണ്ട് ഞാൻ ക്രാക്ക് ചെയ്യാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം മുതൽ ഞാൻ വർക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാനും മാനേജറും രാവും പകലും ഇരുന്ന്, അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഒരു നല്ലൊരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 മാസത്തെ നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് 2-3 ആഴ്ച കൊണ്ട് ഫുൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ ആ ഒരു ഡെഡ് ലൈൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ക്ലയൻറ്റും ഹാപ്പിയാണ്, അപ്പോൾ മാനേജറും ഹാപ്പിയാണ്. മാനേജർ എന്നിൽ ഒരു നല്ലൊരു ഇമ്പ്രഷൻ വന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്രോജക്റ്റിൽ ഞാനും മാനേജറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ടീംസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും കൊണ്ടും എനിക്ക് ഈ ഒരു വർക്ക് ക്യാപ്പബിൾ ആകുന്നത് കൊണ്ടാണ് ആ ഒരു കമ്പനി എന്നെ ഹയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ കമ്പനിയിലേക്ക് എൻ്റർ ആവുന്നത്. കമ്പനിയിൽ എൻ്റർ ആയതിനു ശേഷം എൻ്റെ ലൈഫ് ആകെ ടോട്ടലി ചേഞ്ച് ആയി. എൻ്റെ ഉമ്മാനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാരെ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ലോൺസ് ഉണ്ടായിരുന്നു, വീടെടുത്തതിൻ്റെ ലോണും അതുപോലെ കോവിഡ് കാലം സമയത്തുള്ള ഒരുപാട് കടങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ കടന്നു വന്ന വഴികളൊക്കെ നോക്കുമ്പം ഓരോ ചലഞ്ച്, ഓരോ സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ബ്രിഡ്ജ് സോണിൽ നിൽക്കുന്ന സമയത്തായാലും, ജോലിയിലേക്ക് എൻ്റർ ആയതിനു ശേഷമുള്ള സമയത്തായാലും, എൻ്റർ ആകുന്ന വരെ ആയാലും എൻ്റെ ഒരു മൈൻഡിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ 2 അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് IT ഫീൽഡിലേക്ക് കയറിയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഉമ്മാക്ക് ഒരു നല്ല പ്രൗഡ് മൊമെൻ്റാണ്, എൻ്റെ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്മളെ പാരൻസ്, അതായത് നമ്മളെ മാതാപിതാക്കൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഈ പ്രകൃതി, നമ്മളെ ഈ ചുറ്റുപാടുകൾ നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്യും. അഡ്വൈസസൊക്കെ എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കുകയും ചെയ്ത്, അതുപോലെ തന്നെ എൻ്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയാലും ഒക്കെ മനസ്സിലാക്കി എൻ്റെ ഫീസിൻ്റെ കാര്യത്തിലായാലും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ ഒന്നും സ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ സ്റ്റോറി.